ഹലോ ഹലോ ഇപ്പോൾ നമ്മൾ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റിയിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുക. എക്സ്പെരിമെന്റിൽ ഉണ്ടാവുന്ന റിസൾട്ടിനുള്ള പ്രോബബിലിറ്റി നമ്മൾ ഫൈൻഡ് ചെയ്യുക. അതാണ് പ്രോബബിലിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യാന്ന് പറയാം. അപ്പൊ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ എന്ത് കിട്ടും, നമുക്ക് ഹെഡ് കിട്ടും അല്ലെങ്കിൽ ടെയിൽ കിട്ടും. അപ്പൊ എന്ത് റിസൾട്ട് ആണോ നമുക്ക് കിട്ടുന്നത് അതിനെയാണ് നമ്മൾ അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത്. ഇപ്പൊ ഇതൊക്കെ നമ്മൾ +1 പഠിക്കുന്ന ഒരു ഫെമിലറൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, ബേസിക് ആയിട്ടുള്ള. അപ്പൊ ഔട്ട്കം എന്താന്ന് പറഞ്ഞു. ഔട്ട്കം പറഞ്ഞാൽ നമ്മളൊരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ എന്ത് റിസൾട്ട് ആണോ നമുക്ക് കിട്ടുന്നത് അതിനെയാണ് നമ്മൾ ഔട്ട്കം എന്ന് പറയാം. അപ്പൊ എക്സ്പെരിമെന്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിന് എത്ര റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് 6 റിസൾട്ട് ഉണ്ടാവും, അതായത് 6 ഔട്ട്കം ഉണ്ടാവും. 1 to 6 ആണ് നമുക്ക് ഒരു കോയിനിൽ നമുക്ക് ഹെഡും ടൈലും ഉണ്ടാവുക. അതേപോലെ നമ്മളൊരു ഡൈ ത്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 6 ഔട്ട്കംസ് ഉണ്ടാവും. അത് പറയുമ്പോൾ നമുക്ക് 1 to 6 ഔട്ട്കം നമുക്ക് എന്തിൽ കിട്ടും, ഒരു ഡൈ ടോസ് ചെയ്യുമ്പോൾ. പിന്നെ അടുത്തത് ഔട്ട്കം എന്താന്ന് പറഞ്ഞു നമ്മൾ. ഇനി സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഔട്ട്കമ്മിനെയും ഒരു സെറ്റ് ആയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഒരു കോയിനാണ് നമ്മൾ ടോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ടോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ സാമ്പിൾ സ്പേസ് 1 കോയിൻ ആണെന്നുണ്ടെങ്കിൽ സാമ്പിൾ സ്പേസ് 1 കോയിൻ ആണ് നമ്മൾ ടോസ് ചെയ്യുന്നുണ്ടെങ്കിൽ സാമ്പിൾ സ്പേസ് എന്തേ ഉണ്ടാവുള്ളൂ, ഹെഡും ടെയിലും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ആ സ്ഥാനത്ത് നമ്മൾ 2 കോയിൻസ് അറ്റ് എ ടൈം നമ്മൾ ടോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പിൾ സ്പേസ് എത്ര ഉണ്ടാവും, 6 ഉണ്ടാവും. അതായത് അറ്റ് എ ടൈം 2 ഹെഡ് വരിക, അറ്റ് എ ടൈം 2 ടൈല് വരിക, പിന്നെ ഒരു നെക്സ്റ്റ് ഹെഡ് ഉണ്ടാവുന്ന സാമ്പിൾ സ്പേസ് ആണ്. അപ്പൊ മനസ്സിലായില്ലേ? സാമ്പിൾ സ്പേസ് എന്താന്ന് നമ്മൾ പറഞ്ഞ് ഔട്ട്കം എന്താണെന്ന് പറഞ്ഞു. ഇനി സാമ്പിൾ സ്പേസിൽ ഉണ്ടാവുന്ന എലമെന്റിനെയാണ് നമ്മൾ സാമ്പിൾ പോയിന്റ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഒറ്റ കോയിന് ടോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്, ഹെഡ് ആൻഡ് ടെയിലാണ്. അപ്പൊ ഇതിനെ ഓരോന്നിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നതാണ് സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. എലമെന്റ് ഓഫ് സാമ്പിൾ സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് പറയാനുള്ളത് ഇവന്റ്. ഇവന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ എന്താണ്, അത് സാമ്പിൾ സ്പേസിലെ അതേപോലെ സാമ്പിൾ സ്പേസ് പറഞ്ഞ ആ സെറ്റിന്റെ സബ്സെറ്റ് ആയിട്ടാണ് ഇവന്റ് എന്ന് പറയുക. ഇവന്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്യുന്നതാണ്. ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ സബായിട്ട് ഡിഫൈൻ ചെയ്യുക, അതിനുള്ളത് നമ്മൾ കാണുക എന്നുള്ളതാണ്. അപ്പൊ അതിന് എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട്. നമ്മളിപ്പോ ഒരു 2 കോയിൻ ടോസ് ചെയ്യാണ്. അപ്പൊ ഫസ്റ്റ് കോയിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് കോയിൻ ഹെഡ് കാണിക്കുക എന്നുള്ളത് നമ്മളൊരു ഇവന്റ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന കിട്ടുന്ന സെറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതാണ് ഈ കാണിച്ച ഹെഡ് ടെയിൽ. അതായത്
ഫസ്റ്റ് കോയിൻ ഷോസ് ഹെഡ്, അതായത് ആദ്യത്തെ കോയിന് ഹെഡ് കാണിക്കുന്ന റിസൾട്ടുകൾ ഏതൊക്കെയാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു, രണ്ട് കോയിന് ടോസ് ചെയ്യുമ്പോഴുള്ള സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ഹെഡ് 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 ടൈല് ടൈല് ഹെഡ് ആൻഡ് ടൈല് ടൈല്. ഓക്കെ, ഇനി ഇതിൽ നമ്മളൊരു ഇവന്റ് ഡിഫൈൻ ചെയ്യാണ്. അതാണ് ഈവൻ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കോയിൻ ഷോസ് ഹെഡ്. ഫസ്റ്റ് കോയിൻ ഷോസ് ഹെഡ് എന്ന് പറയുന്ന സാമ്പിൾ പോയിന്റുകളാണ് ഇത്. ഇതിലിപ്പോ ഈ ഫസ്റ്റത്തില് ഹെഡ് ഇട്ട് അതിൽ ഫസ്റ്റ് കോയിന് ഹെഡും സെക്കൻഡ് കോയിന് ഹെഡും, അപ്പൊ അതൊരു ഇവന്റ്, അതിന്റെ ഒരു എലമെന്റ് ആയിരിക്കും. രണ്ടാമത്തതില് ഫസ്റ്റ് കോയിൻ ഹെഡ് ആൻഡ് സെക്കൻഡ് ടൈല്, അപ്പൊ അതും എന്താ ഈ ഇവന്റിലെ ഒരു എലമെന്റ് ആയിരിക്കും. പക്ഷെ അടുത്ത രണ്ടെണ്ണം എന്ന് പറയുമ്പോൾ ഇതിലെന്താണ്, ഫസ്റ്റ് എന്ന് പറയുന്നത് ടൈലും സെക്കൻഡ് ആണ് ഹെഡ് വരുന്നത്. ഈ നാലാമത്തെ എലമെന്റിൽ എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ടും ടൈലാണ്, അപ്പൊ അതിൽ വരൂല. അതായത് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കോയിൻ ഷോസ് ഹെഡ് എന്ന് പറയുമ്പോഴുള്ള സബ്സെറ്റ് സെറ്റ് E1 എന്ന് പറയുന്നത് എന്താണ്, ഹെഡ് ഹെഡ് ടൈല്. മനസ്സിലായോ? ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് അപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ എന്താണ് സാമ്പിൾ സ്പേസ്, എന്താണ് ഇവന്റ്, അതൊക്കെ നമുക്ക് അറിഞ്ഞിരുന്നെങ്കിലേ നമുക്ക് എന്താവുള്ളൂ, പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ഇതില് E2 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്, E2 either ഫസ്റ്റ് കോയിൻ ഓർ സെക്കൻഡ് കോയിൻ ഷോസ് ടൈല്. അപ്പൊ ഏതെങ്കിലും ഒരു കോയിന് ടൈല് കാണിക്കാന്ന് പറയുമ്പോൾ സബ്സെറ്റ് ആണ് എന്ത്, ഹെഡ് ടൈല്. അതായത് ഈ ഫസ്റ്റിലെ ഫസ്റ്റ് എലമെന്റ് നോക്കിയ ഹെഡ് ടൈല്, അതായത് ഫസ്റ്റ് കോയിന് ഹെഡും സെക്കൻഡ് കോയിന് ടൈലും കാണിക്കുന്നത്. ദെൻ സെക്കൻഡ് എലമെന്റില് ഫസ്റ്റ് കോയിന് ടൈലാണ്, സെക്കൻഡ് കോയിന് പറയുന്നത് ഹെഡ് ആണ് കാണിക്കുന്നത്. തേർഡ് എലമെന്റിൽ പറയുമ്പോൾ രണ്ട് കോയിനും ടൈല് കാണിക്കണം. പിന്നെ സാമ്പിൾ പോയിന്റ് എന്താന്ന് നമ്മൾ പറഞ്ഞു. അതായത് എന്താ, സാമ്പിൾ സ്പേസിലെ ഓരോ എലമെന്റിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, സാമ്പിൾ പോയിന്റ് എന്നാണ്. ഈ സിമ്പിൾ ഇവന്റ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാല്, സിമ്പിൾ ഇവന്റ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഇവന്റ് എന്ന് പറഞ്ഞാല് എന്താ സാമ്പിൾ സ്പേസിന്റെ ഒരു സബ്സെറ്റ് ആണ്. സിമ്പിൾ ഇവന്റ് എന്ന് പറയുമ്പോൾ ഒറ്റ എലമെന്റ്, സാമ്പിൾ സ്പേസിലെ ഒരു എലമെന്റ് മാത്രമുള്ള ഇവന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമ്പിൾ ഇവന്റ് എന്ന് പറയുന്നത്. അതായത് അതിലൊരു എലമെന്റേ ഉണ്ടാവുള്ളൂ ആ ഇവന്റില്. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു ഇവന്റ് ആണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ നമുക്കറിയാം, ഹെഡ് ടൈല് ഹെഡ് ആൻഡ് ടൈല്. ഈ കേളി ബ്രാക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരു സെറ്റിനെ ഡിനോട്ട് ചെയ്യാതെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഇവന്റ് നമ്മൾ ഡിഫൈൻ ചെയ്തു, ബോത്ത് കോയിൻ ഷോസ് ഹെഡ്. ബോത്ത് കോയിൻ ഷോസ് ഹെഡ് എന്ന് പറയുമ്പോൾ അതിലൊരു എലമെന്റേ വരുന്നുള്ളൂ. ആകെ രണ്ട് കോയിനാണ് നമ്മൾ ടോസ് ചെയ്യുന്നത്. അപ്പൊ രണ്ടും ഹെഡ് കാണിക്കുന്നത് എന്ന് പറയുന്നത് ഈ ഫസ്റ്റത്തെ എലമെന്റ് ആണ്. അതാണ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേളി ബ്രാക്കറ്റിൽ നമ്മൾ ഹെഡ്. ഇതാണ് സിമ്പിൾ ഇവന്റ്. അതായത് ഒരു എലമെന്റ് മാത്രമുള്ള ഇവന്റിനെയാണ് നമ്മൾ സിമ്പിൾ ഇവന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പറയാനുള്ളത് കോമ്പൗണ്ട് എലമെന്റ്, കോമ്പൗണ്ട് ഇവന്റ്. കോമ്പൗണ്ട് ഇവന്റ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, സിമ്പിൾ ഇവന്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു എലമെന്റ് ഉണ്ടാവുള്ളൂ. കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ എന്താവും, സിംപ്ലി മോർ ദാൻ വൺ എലമെന്റ് ഉണ്ടാവും. അപ്പൊ അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ എയ്തർ ഫസ്റ്റ് കോയിൻ ഓർ ദ സെക്കൻഡ് കോയിൻ ഷോസ് ടൈല്. ഏതെങ്കിലും ഒരു കോയിന് ടൈല് ഷോ ചെയ്യുന്ന ഔട്ട്കം ഏതാണ്, HT TH TT. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാനുള്ളത് കോംപ്ലിമെന്ററി ഇവന്റ് ആണ്.
കോംപ്ലിമെന്ററി ഇവന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇവന്റ് നമ്മൾ എ എന്ന് പറഞ്ഞ ഒരു ഇവന്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാന്ന് കൂട്ടിക്കോ. അപ്പോൾ നമുക്ക് 2 ചെയ്യുന്ന എക്സ്പെരിമെന്റിനെ നമുക്ക് നോക്കാം. അപ്പോൾ എസ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഇനി നമ്മളൊരു ഇവന്റ് ഡിഫൈൻ ചെയ്യാണ്. എ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ബോത്ത് കോയിൻ ഷോ സെയിം റിസൾട്ട്സ് എന്നിട്ട് ടൈം 2 കോയിനും സെയിം റിസൾട്ട് കാണിക്കുന്ന ഇവന്റ്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്താ, നമുക്കറിയാം ഹെഡ് രണ്ടും സെയിം ആണ്, ടൈല്. ബാക്കിയുള്ളത് നോക്കി, ഇതിൽ രണ്ടിലും ഒന്ന് ടൈലും ഒന്ന് ഹെഡും ആണ്. അപ്പൊ അത് ഇതിൽ വരില്ല. അപ്പോൾ ഇനി എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എയിലില്ലാത്തതും എസിലുള്ളതുമാണ്. അതായത് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എസ് മൈനസ് എ. അതായത് നോട്ട് ഇൻ എ. നോട്ട് ഇൻ എ but in yes. അപ്പോൾ നമുക്ക് എസ് മൈനസ് എ എന്ന് പറഞ്ഞിട്ട് എ കോംപ്ലിമെന്റിനെ ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എസ് മൈനസ് എ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കിട്ടുക? എയിലില്ലാത്തതും എസിലുള്ളതും. അപ്പൊ എച്ചും എയിലുള്ളതാണ്, അപ്പൊ അതുണ്ടാവില്ല. എച്ച് ടി എന്ന് പറയുമ്പോൾ എന്താണ്? എയിലില്ല. ടി എച്ചും എയിലില്ല. പക്ഷെ ടി ടി എന്ന് പറയുമ്പോൾ എയിലുണ്ട്, അപ്പൊ അതിൽ വരൂല. അപ്പൊ എസ് മൈനസ് എ എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, മനസ്സിലാവുന്നല്ലോ? എക്സ്പെരിമെന്റ് കണ്ടിട്ട് കഴിയുമ്പോൾ ഔട്ട്കം എന്താന്ന് പറഞ്ഞു, സാമ്പിൾ പോയിന്റ് എന്താന്ന് പറഞ്ഞു, ഇവന്റ് എന്താന്ന് പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ കോംപ്ലിമെന്റ് ഇനി എ ഓർ ബി. നെക്സ്റ്റ് പറയുന്നത് എ ഓർ ബി. എന്ന് പറയുമ്പോൾ എയിലോ അല്ലെങ്കിൽ ബിയിലോ ഉള്ളത്, എ യൂണിയൻ ബി. അതായത് ഒരു എലമെന്റ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ എയിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ബിയിൽ ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ എ യൂണിയൻ ബിനെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഒമേഗ സച്ച് ദാറ്റ് ഒമേഗ ബിലോങ്സ് ടു. ഇവിടെ ഈ ബിലോങ്സ് ടു എന്ന് പറയുന്നത് നമ്മളൊരു ഗ്രീക്ക് വേർഡാണ്. അതായത് അതിൽ ഇൻക്ലൂഡഡ് ആവുന്നു എന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ഡൈ ത്രോ ചെയ്യുകയാണെങ്കിൽ, ചെയ്യുമ്പോൾ നമുക്ക് സാമ്പിൾ സ്പേസ് എന്താ ഉണ്ടാവുക? 1, 2, 3, 4, 5, 6 ഇതായിരിക്കും നമ്മൾ സാമ്പിൾ സ്പേസ്. അപ്പൊ നമ്മൾ എന്താ, ഒരു ഇവന്റ് നമ്മൾ പറയാണ് എ ഈക്വൽ ടു എ എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ എയിൽ എന്തൊക്കെ വരും? 1, 3, 5 വരും. ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു ഇവന്റും കൂടി ഡിഫൈൻ ചെയ്യാണ്. നമ്പർ ബിലോ 5. നമ്പർ ബിലോ 5 ആരൊക്കെ വരിക? 1, 2, 3, 4. അപ്പോൾ എ യൂണിയൻ ബിയിൽ എന്തുണ്ടാവും? റിപ്പീറ്റേഷൻ. അപ്പൊ രണ്ടിലും ഒരു ടേൺ എഴുതിയാൽ മതി.
ഇതിൽ എയില് 2 ഇല്ല, പക്ഷെ ബിയിൽ 2 ഉണ്ട്. അപ്പൊ ഇതിലും 2 വരും. പിന്നെ രണ്ടിലും 3 ഉണ്ട്. റിപ്പീറ്റേഷൻ ആവശ്യമില്ല, ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. പിന്നെ സോ ഇതിൽ ഇൻക്ലൂഡഡ് ആവും. ബിയിൽ 5 ഇല്ല, എയിലുള്ളത് അല്ലെങ്കിൽ ബിയിലുള്ളത്. ഇതൊക്കെ നമ്മൾ +1 പഠിച്ച ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ എ ആൻഡ് ബി. എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ എന്താ, എയിലും ഉണ്ടായിരിക്കണം ബിയിലും ഉണ്ടായിരിക്കണം. അത് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്നതാണ്. ഒമേഗ സച്ച് ദാറ്റ് ഒമേഗ ബിലോങ്സ് ടു എ ആൻഡ് ഒമേഗ ബിലോങ്സ് ടു ബി. ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ട 2 ഇവന്റ്സ് ഉണ്ടല്ലോ. എ എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സ്. അപ്പോൾ എ എന്ന് പറയുന്നത് എ ഈക്വൽ ടു 1, 2, 3, 5. ബി എന്താ നമ്മൾ പറഞ്ഞേ, ബി എന്ന് പറയുന്നത് നമ്പർ ബിലോ 5. സോറി, ഇതിൽ 2 ഉണ്ടാവില്ലല്ലോ. ബിയിൽ എന്തൊക്കെയുള്ളത്? 1, 2, 3, 4. നമ്പർ ബിലോ 5. അപ്പോൾ എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് അത് ഏതൊക്കെയുള്ളത്? 1 ഉണ്ട്, 2 ഇല്ല, 3 ഉണ്ട്. ഇത്രയല്ലേ ഉള്ളൂ. ഇതാണ് എ ആൻഡ് ബി ഓർ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അടുത്തത് എന്ന് പറയുന്നത് എ ബട്ട് നോട്ട് ഇൻ ബി. എയിലുള്ളതും ബിയിലുള്ള നേരത്തെ കോംപ്ലിമെന്ററി പറഞ്ഞ പോലെ എയിലുള്ളതും എസിൽ അതേപോലെ സെയിം സാധനം. ഇനി നമുക്ക് എ മൈനസ് ബിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ മൈനസ് ബിനെ നമുക്ക് എ മൈനസ് ബി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് എഴുതാൻ പറ്റും. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുന്ന, ചിലപ്പോൾ നമുക്ക് ഓരോ പ്രോബ്ലം വരുമ്പോൾ അതിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഉള്ളത് പ്രോബബിലിറ്റി ഓഫ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ്. ഇവിടുന്ന് മുതലാണ് നമുക്ക് എന്ത് വരുന്നത്? പ്രോബ്ലംസ് വരുന്നത്. അപ്പം നമ്മൾ ഈക്വലി ലൈക്ലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ചാൻസ് ഓഫ് ഒക്കറൻസ് ഓഫ് ഈച്ച് സാമ്പിൾ പോയിന്റ് ഈസ് സെയിം. സിമ്പിൾ പോയിന്റ് അല്ല കേട്ടോ, സാമ്പിൾ പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ഇതിനുള്ള ഈക്വലി ലൈക്ലി ഔട്ട്കംസ്, അതിന്റെ പ്രോബിലിറ്റി ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ഇത്. പി ഓഫ് ഇ ഈക്വൽ ടു എൻ ഓഫ് എസ് ഡിവൈഡഡ് ബൈ എൻ ഓഫ് ഇ. അപ്പോൾ എൻ ഓഫ് എസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ്, എൻ ഓഫ് ഇ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ഇവന്റ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇക്വേഷനിൽ എഴുതിയിരിക്കുന്ന എൻ ബൈ എം, അതായത് എൻ ഓഫ് എസ് എൻ ആയിട്ടും എൻ ഓഫ് ഇ എന്ന് പറയുന്നത് എം ആയിട്ടും നമ്മൾ എടുത്തിട്ടുള്ളത്. ദെൻ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്. ദി ഇവന്റ് കനോട്ട് occur simultaneously. അതായത് അറ്റ് എ ടൈം ഒക്കർ ചെയ്യാൻ പറ്റാത്ത ഇവന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മ്യൂച്വലി 2 ഇവന്റ്സ്. അപ്പോൾ ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾ 2 ഇവന്റ്സ് പറയുമ്പോൾ അത് രണ്ടും അറ്റ് എ ടൈം നടക്കൂല എന്നുള്ള അങ്ങനത്തെ ഇവന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളെ എക്സാമ്പിൾ കൊടുത്തിന്. എ എന്ന് പറയുന്ന ഒക്കറിൻ ആൻ ഓഡ് നമ്പർ, ബി എന്ന് പറയുന്ന ഒക്കറിൻ ആൻ ഈവൻ നമ്പർ. അറ്റ് എ ടൈം ഒരിക്കലും അത് സൈമൾട്ടേനിയസ്ലി നമുക്ക് നടക്കൂലല്ലോ. അങ്ങനത്തെ ഇവന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഒരിക്കലും അറ്റ് എ ടൈം നടക്കൂല എന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ടാൾക്കും തമ്മിൽ കോമൺ ആയിട്ട് ഒരു എലമെന്റും വരുന്നില്ല എന്നർത്ഥം. അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്നുണ്ടെങ്കിൽ ആ 2 എലമെന്റിന്റെയും കോമൺ എലമെന്റ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. അതായത് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 5 ആയിരിക്കും. അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. മ്യൂച്വലി
exclusive elements. Events to sorry element അല്ല events. Okay, മനസ്സിലായില്ലേ? നെക്സ്റ്റ് പറയുന്നത് എക്സോസ്റ്റീവ് ഇവന്റ്സ് ആണ്. എക്സോസ്റ്റീവ് ഇവന്റ്സ് എന്ന് പറയുന്നത് ഇവന്റ്സ് ഇവിടെ ഇപ്പോൾ ഈവൻ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഇവന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്താ, ഓരോ ഇവന്റ്സിന്റെയും യൂണിയൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, സാമ്പിൾ സ്പേസ് കിട്ടും. അതാണ് E1 യൂണിയൻ E2 യൂണിയൻ E3 യൂണിയൻ എക്സെട്ര En ഈക്വൽ ടു സാമ്പിൾ സ്പേസ് S എന്ന് പറയുന്നത്. അപ്പോൾ ഇവന്റ്സ് E1, E2, E3 up to En are exhaustive if at least one of the necessary occur whenever the experiment conduct. അതായത് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നെസസറി ഒക്കർ ചെയ്യുന്നതാണ്. അപ്പൊ അതിനുള്ള കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഇവന്റ് മ്യൂച്വലി എക്സ്ക്ലൂസീവും എക്സോസ്റ്റീവും ആവാന്ന് പറയുമ്പോൾ അത് തമ്മിൽ ഒരു കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു എലമെന്റ് ഉണ്ടാവില്ല എന്നുള്ളത്. രണ്ടും വരണമെന്നുണ്ടെങ്കിൽ, അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ I ഇന്റർസെക്ഷൻ EJ എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് A or B. A or B എന്ന് പറയുന്നത് A യൂണിയൻ B. അപ്പോൾ A യൂണിയൻ B കാണാനുള്ള ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. A യൂണിയൻ B എന്ന് പറയുന്നത് P of A plus P of B, അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്നുണ്ടെങ്കിൽ, അതായത് എയും ബിയും തമ്മിൽ കോമൺ ആയിട്ടൊരു എലമെന്റും ഇല്ല. ദാറ്റ് മീൻസ് A ഇന്റർസെക്ഷൻ B എന്ന് പറയുന്നത് 5 ആണെന്നുണ്ടെങ്കിൽ അതൊരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ആണ്. അങ്ങനെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സിന്റെ A യൂണിയൻ B കാണാൻ, പ്രോബിലിറ്റി ഓഫ് A യൂണിയൻ B കാണാനുള്ള ഇക്വേഷൻ ആണ് P of A യൂണിയൻ B ഈക്വൽ ടു P of A പ്ലസ് P of B. ഇനി അതൊരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇന്റർസെക്ഷൻ B നോട്ട് ഈക്വൽ ടു 5 ആണെന്നുണ്ടെങ്കിൽ കാണാനുള്ള ഇക്വേഷൻ ആണ് P of A യൂണിയൻ B ഈക്വൽ ടു P of A പ്ലസ് P of B മൈനസ് P of A ഇന്റർസെക്ഷൻ B എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ. നോട്ട് എ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കോംപ്ലിമെന്റ് ആണ്. കോംപ്ലിമെന്ററി ഇവന്റ് ആണ്. കോംപ്ലിമെന്ററി ഇവന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എ ഇന്റർസെക്ഷൻ നമുക്കറിയാം. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, എയിലുള്ളത് അതിന്റെ ഉള്ളത്, എയിലില്ലാത്തതും എസ്, അതായത് എയും എ കോംപ്ലിമെന്റും തമ്മിൽ കോമൺ ആയിട്ടൊന്നുമില്ല. എയിലില്ലാത്തതിനെയാണ് നമ്മൾ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, 5 ആണ്. പക്ഷെ എ യൂണിയൻ എ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, എസ് ആയിരിക്കും. കാരണം എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞത് എയിലില്ലാത്തതും എസിലുള്ളതുമാണ്. സോ അതിന്റെ യൂണിയൻ എടുത്ത് എന്റെയും എ കോംപ്ലിമെന്റിന്റെയും യൂണിയൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, എസ് കിട്ടും. അതിപ്പോ എങ്ങനെയാ ചോദിച്ചാൽ എ യൂണിയൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എസ് മൈനസ് എ ആണല്ലോ, മനസ്സിലായില്ലേ? അന്നപ്പോ നമുക്ക് എന്ത് കിട്ടും, എയും ക്യാൻസലായി എസ് കിട്ടുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, P of A union A complement equal to P of S. ഇപ്പൊ ഈ ഇക്വേഷനിൽ നമ്മൾ പ്രോബിലിറ്റി കൊടുക്കുന്നതാണ്. അപ്പോൾ P of A union A complement എന്ന് പറയുമ്പോൾ A union A complement എന്താണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് അല്ലെ, കോമൺ എലമെന്റ് ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, അപ്പൊ നമുക്ക് P of A union A എന്ത് ചെയ്താൽ P of A
പ്ലസ് പി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു പി ഓഫ് എസ്. നമുക്കറിയാം പി ഓഫ് എസ് എന്ന് പറയുന്നത് 1 ആണ്. സാമ്പിൾ സ്പേസിന്റെ സാമ്പിൾ സ്പേസ് പറഞ്ഞാൽ ടോട്ടൽ റിസൾട്ട് ആണല്ലോ. അപ്പൊ ടോട്ടൽ റിസൾട്ടിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഓൾവേസ് 1 ആയിരിക്കും. അപ്പൊ പി ഓഫ് എ പ്ലസ് പി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ 1. സോ പി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും നമുക്ക്? ഈ പി ഓഫ് എനെ ഈക്വൽ ടു സൈനിന്റെ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് പി ഓഫ് എ എന്താവും? മൈനസ് പി ഓഫ് എ ആവും. അപ്പൊ 1 മൈനസ് പി ഓഫ് എ. ഓക്കെ, മനസ്സിലായോ? അതായത് കോംപ്ലിമെന്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് പി ഓഫ് എ എന്ന് പറയുന്നത്. പി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ. മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഇവന്റിന്റെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് മറ്റൊരു ഇവന്റിന്റെ പ്രോബബിലിറ്റി നമ്മൾ ഫൈൻഡ് ചെയ്യുന്നതിനാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ 2 ഇവന്റ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യും, എ ആൻഡ് ബി. എന്നിട്ട് നമ്മൾ പറയുന്നത് ബി ഓൾറെഡി ഒക്കർ ആണെന്നുണ്ടെങ്കിൽ ദെൻ എ ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് കണ്ടെത്തുന്നതാണ് നമ്മൾ എന്ത് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ എഴുതുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാല് പി ഓഫ് എ ഗിവൺ ബി എന്ന് എഴുതുക. അതായത് ബി എന്ന് പറയുന്നത് ഓൾറെഡി ഒക്കർ ആണ്, ബി എന്ന് പറയുന്നത് ഓൾറെഡി ഒക്കേർഡ് ആണ്. പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി അല്ലെങ്കിൽ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ എൻ ഓഫ് ബി. 2 ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ പി ഓഫ് എ ഗിവൺ ബി ഇങ്ങനെയാണ് എഴുതുക. ഏതാണോ ഓൾറെഡി ഒക്കേർഡ് ആയിട്ടുള്ളത് അത് താഴെ വരും, ഏതിന്റെയാണോ പ്രോബബിലിറ്റി ആണ് നമ്മൾ കാണേണ്ടത് അത് മേലെ വരും. അതായത് പി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. ഓക്കെ, അല്ലെങ്കിൽ n of അതായത് നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ ബി. മനസ്സിലായില്ലേ? നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലംസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഐഡിയ കറക്റ്റ് കിട്ടും. ഇവിടെ ഫസ്റ്റ് പ്രോബ്ലം തന്നിട്ടുണ്ട്. ഇഫ് എ ഡൈ ഈസ് ത്രോൺ എ നമ്പർ ലെസ് ദാൻ 4, അതായത് എ എന്ന് പറയുന്നത് എ നമ്പർ ലെസ് ദാൻ 4 അപ്പിയർ ആൻഡ് ബി ആൻ ഈവൻ നമ്പർ അപ്പിയേഴ്സ്. അതായത് ഇവിടെ ബി ആണ് ഓൾറെഡി ഒക്കർ ആയിട്ടുള്ള ഇവന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി അതായത് ഈവൻ നമ്പർ അപ്പിയർ ചെയ്യുക എന്നുള്ള ഇവന്റ് ഓൾറെഡി ഒക്കേർഡ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഈവൻ നമ്പറിൽ 4 അപ്പിയർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് നമ്മളോട് കാണിച്ചു തന്നത്. അത് നമ്മൾ ആദ്യം എ എന്താണെന്ന് എഴുതാം. നമുക്കറിയാം എ എന്ന് പറയുമ്പോൾ എന്താ, എ നമ്പർ ലെസ് ദാൻ 4, അതായത് എക്ക് മുന്നേ ഒരു ഡൈ ആണ് നമ്മൾ ത്രോ ചെയ്യുന്നത്. ഡൈ ത്രോ ചെയ്യുമ്പോൾ നമ്മളെ സാമ്പിൾ സ്പേസ് എസ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6. ദെൻ നമ്മൾ ഫസ്റ്റ് ഇവന്റ് നമ്മൾ പറയാണ് എ എന്ന് പറയുന്നത് എ നമ്പർ ഓൾറെഡി ഒക്കെ എ എന്ന് പറയുന്നത് എ നമ്പർ ലെസ് ദാൻ 4 അപ്പിയേഴ്സ്. അപ്പോൾ 4നേക്കാളും ലെസ് ആയിട്ടുള്ള നമ്പേഴ്സ് ഏതാ? 1, 2, 3.
4നേക്കാൾ ലെസ് ദാൻ 4 എന്ന് പറയുമ്പോൾ 4 ഇൻക്ലൂഡഡ് ആവില്ല. ദെൻ നമുക്ക് ബി എന്ന് പറയുന്നത്, അതായത് ഓൾറെഡി ഒക്കർ ആയിട്ടുള്ള ഇവന്റ് എന്ന് പറയുന്നത് ആൻഡ് ഈവൻ നമ്പർ അപ്പിയേഴ്സ്. അതായത് ഇതിൽ സാമ്പിൾ സ്പേസിൽ ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാ? 2, 4, 6. ഓക്കെ, അപ്പൊ നമുക്ക് എസ് കിട്ടി, എ കിട്ടി, ബി കിട്ടി. നമുക്ക് പി ഓഫ് എ ഗിവൺ ബി ആണ് കാണാനുള്ളത്. പി ഓഫ് എ ഗിവൺ ബി കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണണം? എ ഇന്റർസെക്ഷൻ ബി കാണണം. എ ഇന്റർസെക്ഷൻ ബി എന്താണ്? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് ഏതാ? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് ആരൊക്കെയാ ഉള്ളത്? 2 മാത്രല്ലേ ഉള്ളേ? ഓക്കെ, അപ്പൊ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 1. എൻ ഓഫ് ബി എന്ന് പറയുന്നത് എത്രയാ? എൻ ഓഫ് ബി പറയുന്നത് 3 അല്ലേ? സോ പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുമ്പോൾ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ എൻ ഓഫ് ബി അല്ലേ? എത്ര നമുക്ക് കിട്ടിയത്? എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 1, എൻ ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? 3 ആണെന്ന് നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ പി ഓഫ് ബി ഈക്വൽ ടു എന്താണ്? 1/3. കാണുന്നില്ല. ഈക്വൽ ടു 1/3. അതിൽ 1 എന്ന് പറയുന്നത് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി, 3 എന്ന് പറയുന്നത് എൻ ഓഫ് ബി. ഓക്കെ, പ്രോബ്ലം നോക്കിക്കേ. ഇഫ് എ ഡൈ ഈസ് ത്രോൺ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? എ എന്ന് പറയുന്നത് എ നമ്പർ ലെസ് ദാൻ 4 അപ്പിയർ, ബി എന്ന് പറയുന്നത് ഈവൻ നമ്പർ അപ്പിയർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ? എ ഗിവൺ ബി, അതായത് ബി ഒരു ഈവൻ നമ്പറിൽ അപ്പിയർ ചെയ്യുന്നതിൽ 4 ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് ക്വസ്റ്റ്യന് നമ്മൾ എൻ ഓഫ് എ നമ്മൾ കണ്ടു 1,2,3. അതായത് എന്താ? ബിലോ 4 അപ്പിയർ, ലെസ് ദാൻ 4 അപ്പിയർ ചെയ്യാനുള്ളത്. ബി എന്ന് പറയുന്നത് ഈവൻ നമ്പർ അപ്പിയർ ചെയ്യുന്നത്. ദെൻ എൻ ഓഫ് എ എന്ന് പറയുന്നത് 3 ആണെന്ന് കണ്ടു. എൻ ഓഫ് ബി എന്ന് പറയുന്നതും 3 ആണ്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആയിട്ട് 2 വരുന്നുള്ളൂ. എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെന്നെങ്കിൽ പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ എൻ ഓഫ് ബി ആണ്. എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 1 ആൻഡ് എൻ ഓഫ് ബി എന്ന് പറയുന്നത് 3. അതായത് 1 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 1/3. ഓക്കെ, പ്രോബ്ലം മനസ്സിലായില്ലേ? പ്രോപ്പർട്ടീസ്, അത് നമുക്ക് പ്രോബ്ലംസിൽ അഥവാ അപ്ലൈ ചെയ്യാൻ വേണ്ടി വരുന്ന സംഭവങ്ങളാണ് പ്രോപ്പർട്ടീസും. മേ ബി ക്വസ്റ്റ്യൻ ചോദിക്കാൻ മതിട്ടാ. അപ്പോൾ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് പറയുന്നത് പി ഓഫ് എസ് ഗിവൺ എ എന്ന് പറയുന്നത്. പി ഓഫ് എസ് ഗിവൺ എ എന്ന് പറഞ്ഞാൽ എ ഓൾറെഡി അപ്പിയർ ചെയ്തിട്ടുണ്ടാവും. ദെൻ എസ് അപ്പിയർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ, അപ്പോൾ പി ഓഫ് എസ് ബൈ എസ് ഗിവൺ എ നമുക്കറിയാം. പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇന്റർസെക്ഷൻ പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ പി ഡിവൈഡ് ബൈ പി ഓഫ് പി ആണല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എസും ബി എന്ന് പറയുന്നത് എയും ആണ്. അതായത് എ ഇന്റർസെക്ഷൻ ബി, അതായത് എസ് ഇന്റർസെക്ഷൻ എ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എസ്
എസിലും എയിലും കോമൺ ആയിട്ട് ഉണ്ടാവുന്ന എന്താണ് എസ് ഇന്റർസെക്ഷൻ എ എന്ന് പറയുമ്പോൾ എസിലും എയിലും കോമൺ ആയിട്ട് ആരാ ഉണ്ടാവുക എ ആണല്ലോ ഉണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്ത് പറ്റും പി ഓഫ് എ ഇന്റർസെക്ഷൻ പി ഓഫ് എസ് ഇന്റർസെക്ഷൻ എക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പി ഓഫ് എ എന്ന് എഴുതാൻ പറ്റും. അടിയിൽ പി ഓഫ് അപ്പൊ പി ഓഫ് എ ഡിവൈഡഡ് ബൈ പി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ് 1. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ ശേഷം പി ഓഫ് എസ് ഗിവൺ എ എന്ന് പറയുന്നത് 1 ആണ്. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പി ഓഫ് എ കോംപ്ലിമെന്റ് ഗിവൺ ബി എന്ന് പറയുന്നത് 1 മൈനസ് പി ഓഫ് എ ഗിവൺ ബി ആണ്. നമ്മൾ നേരത്തെ കണ്ടു എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ് 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെന്റ് നമ്മൾ എന്ത് നേരത്തെ കണ്ടില്ലേ പി ഓഫ് എ ആണ് നമ്മൾ നേരത്തെ കണ്ടല്ലോ. അതേപോലെ തന്നെ ഇവിടെ എ കോംപ്ലിമെന്റ് പകരം പി ഓഫ് എ ഗിവൺ എ കോംപ്ലിമെന്റ് ഗിവൺ ബി എന്ന് പറയുന്നത് 1 മൈനസ് പി ഓഫ് എ ഗിവൺ ബി. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പി ഓഫ് എ യൂണിയൻ ബി ഗിവൺ സി. ഇവിടെ 3 ഇവന്റ്സ് വെച്ചിട്ടാണ് പറയുന്നത്. 3 ഇവന്റ് എന്ന് പറയുമ്പോൾ എ ഉണ്ട്, ബി ഉണ്ട്, എ ബി സി. ഇവിടെ പറയുന്നത് പി ഓഫ് എ യൂണിയൻ ബി ഗിവൺ സി. അതായത് ഇവിടെ ഓൾറെഡി ഒക്കർ ആയിട്ടുള്ള ഇവന്റ് എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി ഗിവൺ സി എന്ന് പറയുന്നത് പി ഓഫ് എ ഗിവൺ സി പ്ലസ് പി ഓഫ് ബി ഗിവൺ സി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഗിവൺ സി ആണ്. ഓക്കെ, ഇത് നമുക്ക് പ്രോബ്ലത്തിൽ ഇൻ കേസ് അപ്ലൈ ചെയ്യാനാണ് നമ്മൾ പ്രോപ്പർട്ടീസ് പൊതുവെ നമ്മൾ പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എ ഫാമിലി ഹാസ് 2 children. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ആർ ബോയ്സ് ഗിവൺ ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 ഈസ് ബോയ്സ്. അതായത് ഒരു ഫാമിലിയിൽ 2 ചിൽഡ്രൻസ് ആണ് ഉള്ളത്. അതിൽ 2 ചിൽഡ്രൻസും ബോയ്സ് ആവാനുള്ള പ്രോബിലിറ്റി ആണ് ഉള്ളത് ചോദിക്കുന്നത്. അതിൽ കണ്ടീഷൻ തന്നിട്ടുള്ളതാണെന്ന് എന്താണെന്ന് ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് 1 ഈസ് എ ബോയ്. അതായത് ഏതെങ്കിലും ഒന്ന് എന്തായാലും ബോയ് ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2ഉം ബോയ് ആവാനുള്ള പ്രോബിലിറ്റി എന്താണെന്നുള്ളത്. അപ്പൊ നമുക്ക് സാമ്പിൾ സ്പേസ് ആദ്യം എഴുതാം. സാമ്പിൾ സ്പേസ് എസ് ഈക്വൽ ടു അതായത് 2 ചിൽഡ്രൻ ആണുള്ളത്. അപ്പൊ ഒന്നെങ്കിൽ 2ഉം ബോയ് ആവാം, അല്ലെങ്കിൽ 1 ബോയും സെക്കൻഡ് 1 യങ്ങർ എന്ന് പറയുന്നത് ഗേൾ ആവാം, അല്ലെങ്കിൽ എൽഡർ പറയുന്നത് ഗേളും യങ്ങർ എന്ന് പറയുന്നത് ബോയ് ആവാം, അതും അല്ലെങ്കിൽ 2ഉം എന്താവാം ഗേൾ ആവാം. ഓക്കെ, പിന്നെ ഇവിടെ നമ്മളോട് ചോദിക്കുന്ന പ്രോബിലിറ്റി അതാ 2 ആളും ബോയ് ആവാനുള്ളത് പ്രോബിലിറ്റി. അതായത് എ എന്ന് പറയുന്നത് ബോത്ത് ആർ ബോയ്സ്. അങ്ങനെയുള്ള ഇവന്റ് ഏതാ എലമെന്റ് ബോയ് അതായത് യങ്ങറും എൽഡറും എന്താണ് ബോയ് ആണ്. ദെൻ ബി എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 ഈസ് ബോയ്. അറ്റ്ലീസ്റ്റ് 1 ബോയ് ആവുന്ന കണ്ടീഷൻസ് ഏതാ? ഒന്നെങ്കിൽ എൽഡർ ബോയ്, ദെൻ യങ്ങർ ഗേൾ, അല്ലെങ്കിൽ എൽഡർ ഗേൾ, അല്ലെങ്കിൽ യങ്ങർ ബോയ്, അല്ലെങ്കിൽ ദെൻ ബോത്ത് ആർ ബോയ്. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? പി ഓഫ് എ ഗിവൺ ബി. പി ഓഫ് എ ഗിവൺ ബി കാണുമ്പോൾ നമുക്ക് എന്താണ് ആദ്യം നമ്മൾ കാണുന്നത് എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബിയിൽ ആരാ വരുന്നത്? ഈ ഒരു എലമെന്റ് 2 മാത്രമല്ലേ ഉള്ളൂ. അതിൽ ഓൾറെഡി 1 ഉള്ളൂ. അപ്പോൾ 2ഉം ബോയ് ആവുന്ന കണ്ടീഷനാണ് എ ഇന്റർസെക്ഷൻ ബിയിൽ വരുന്നത്. അപ്പൊ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താ? ബി എന്ന് പറയുമ്പോൾ എന്താണ് 1. എൻ ഓഫ് ബി എത്രയാണ്? എൻ ഓഫ് ബി എന്ന് പറയുന്നത് 3. സോ പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുമ്പോൾ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ എൻ ഓഫ് ബി. n of a intersection b equal to 1 and n divided by n of b equal to 1/3. Okay.
മനസ്സിലാവുന്നില്ലേ? നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് 2 dice are thrown. Find the conditional probability of obtaining sum 8 given that first die shows a number less than 4. ഇപ്പൊ 2 die അറ്റ് എ ടൈം നമ്മൾ ത്രോ ചെയ്യണം. 2 die അറ്റ് എ ടൈം നമ്മൾ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എത്ര എണ്ണം വരും? സാമ്പിൾ സ്പേസ് എസ് ഈക്വൽ ടു, അതായത് ഫസ്റ്റ് കോയിലിൽ 1, സെക്കൻഡ് കോയിലിൽ 2, ഫസ്റ്റ് കോയിലിൽ 1, സെക്കൻഡിൽ സോറി 2 കോയിലിലും 1, ഫസ്റ്റിൽ 1, സെക്കൻഡിൽ 2. ഇതിങ്ങനെ പോയി 1,2, 1,3, 1,4, 1,5, 1,6. ഇങ്ങനെ ഫസ്റ്റ് കോയിലിൽ 1ഉം ബാക്കിയുള്ളതിൽ 6 വരേക്കുള്ളതും. ഇനി നെക്സ്റ്റ് എന്ത് വരും? 2,1 അപ് ടു എന്ത് വരും? 2,6 വരും. ദെൻ 3,1 അതും അതുപോലെ 3,6 വരെ ഉണ്ടാവും. ദെൻ 4,1 അതെന്ത് വരെ ഉണ്ടാവും? 4,6 വരെ ഉണ്ട്. ദെൻ 5,1 അതും 5,6 വരെ ഉണ്ട്. ദെൻ 6,1 അപ് ടു 6,6 വരെ അല്ലേ? അപ്പൊ ടോട്ടലി 36 എലമെന്റ്സ് ഉണ്ടാവും. അതായത് ഫസ്റ്റ് ഡൈയിലും 6 എലമെന്റ് ഉണ്ട്, മറ്റേതിലും 6 ഉണ്ട്. സോ 36 എലമെന്റ് സാമ്പിൾ സ്പേസിൽ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള ഇവന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ സാമ്പിൾ സ്പേസ് എന്താന്ന് മനസ്സിലായില്ലല്ലേ? പ്രോബിലിറ്റി, നമുക്ക് കണ്ടീഷണൽ പ്രോബിലിറ്റി കാണേണ്ടത് എന്ന് പറയുന്നത് എന്താണ്? എന്ന് പറയുന്നത് രണ്ട് ഡൈയിലെയും തരുന്ന നമ്പറിന്റെ സമ്മ് എന്ത്? 8 വരണം. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഏതൊക്കെയുള്ളത്? അതാണ് ഇവിടെ എ എഴുതുന്നത്. എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോയിൽ 2 ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് കോയിൽ 6 വരുമ്പോഴേ സമ്മ് 8 ആവുള്ളൂ. ഫസ്റ്റ് കോയിൽ 6ഉം സെക്കൻഡ് കോയിൽ 2 വന്നാലും സമ്മ് 8 ആണ്. ദെൻ ഫസ്റ്റിൽ 3ഉം സെക്കൻഡിൽ 5 വന്നാലും 8 വന്നു. ദെൻ നേരെ തിരിച്ച് ഫസ്റ്റിൽ 5ഉം സെക്കൻഡിൽ 3ഉം വന്നാലും 8 സമ്മ് വരും. ദെൻ ലാസ്റ്റ് 2ലും 4 വന്നാലും എന്ത് വരും? സമ്മ് 8 ആണ്. ഇതാണ് എ എന്ന് പറഞ്ഞാൽ അതിലുള്ള എലമെന്റ്സ്. ദെൻ ബി എന്ന് പറയുമ്പോൾ എന്താ നമ്മോട് പറഞ്ഞേ? be given that first die shows a number less than 4. അതായത് ഫസ്റ്റ് ഡൈ എന്ന് പറയുന്നത് 4 ഷോ ചെയ്യുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? അത് ഏതൊക്കെയാ വരിക? ഫസ്റ്റിൽ ഞാൻ പറഞ്ഞു ബി ഈക്വൽ ടു 1,1 അപ് ടു 1,6 വരെ ഉണ്ട് അല്ലേ? ദെൻ അതേപോലെ 2,1 അപ് ടു 2,6, 3,1 up to 3,6. So first ഡൈയില് ലെസ് ദാൻ 4 വരുന്ന അതിലെ അപ്പൊ നമുക്ക് ഇത്ര എലമെന്റ്സ്
ബിയില് 1ന്റെ കോമ്പിനേഷനിൽ തന്നെ നമുക്ക് എന്തുണ്ടാവും 6 എലമെന്റ്സ് ഉണ്ടാവും. 6 ഉണ്ട്. 3ന്റെ കോമ്പിനേഷനിലും 6 എലമെന്റ്സ് ഉണ്ടാവും. അപ്പൊ 3 × 6 നമുക്ക് എത്ര കിട്ടും? 18 അല്ലേ? 18. അതായത് ബിയിൽ 18 എലമെന്റ്സ് ആണ് ഉള്ളത്. ഇനി എ ഇന്റർസെക്ഷൻ ബിയിൽ എത്ര എലമെന്റ്? എ ഇന്റർസെക്ഷൻ ബി കാണണം. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എന്താണ്? എ ഇന്റർസെക്ഷൻ ബി എന്തൊക്കെയാണുള്ളത്? 2,6 വരുന്നുണ്ട്. 6,2 വരില്ല, കാരണം ഫസ്റ്റ് ഡൈയിൽ എന്ത് വരണം? ബിലോ 4 വരണം. പിന്നെ വരുന്നത് 3,5 അല്ലേ? 5,3 വരില്ല, കാരണം ഫസ്റ്റ് 5 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 4 ആണ്. 4,4 വരില്ല, അതായത് ലെസ് ദാൻ 4 എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി, എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താണ്? 2 അല്ലേ? എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി 2ഉം എൻ ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? എൻ ഓഫ് ബി എന്ന് പറയുന്നത് 18 ആണെന്ന് കിട്ടി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് എത്രയാണ്? എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ എൻ ഓഫ് ബി അല്ലേ? ഈക്വൽ ടു എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 2 ആണ്, ഡിവൈഡഡ് ബൈ എൻ ഓഫ് ബി എന്ന് പറയുന്നത് 18 ആണ്. 2/18 രണ്ട് ക്യാൻസലായി എന്ത് വരും? 1/9. അത് എഴുതിയത് മനസ്സിലായില്ലേ? 2/18. അതായത് നമുക്ക് 18 എന്ത് എഴുതാൻ പറ്റും? 2 ഡിവൈഡഡ് ബൈ 18 2 × 9 എന്ന് എഴുതാൻ പറ്റും. മേലെയും താഴെയും 2 വരുമ്പോൾ രണ്ടും ക്യാൻസൽ ആയി പോലെ. അതായത് 2/2 എന്ന് പറയുന്നത് എന്താണ്? The 2/18 അല്ലേ? അപ്പോൾ 2/18 2 ഡിവൈഡ് ബൈ 2 × 18. അപ്പോൾ ഇത് ഉണ്ടോ? അതായത് ഈക്വൽ ടു 2/2 × 1 സോറി 2/18 എന്ത് എഴുതാൻ പറ്റും? 2 ഡിവൈഡ് ബൈ 18 നമുക്ക് 2 × 9 എന്ന് എഴുതാൻ പറ്റും. എന്നിട്ട് എന്താ നമുക്ക് എഴുതാൻ പറ്റുക? 2 ഡിവൈഡഡ് ബൈ 2 × 1/9. 2 ഡിവൈഡ് ബൈ 2 എന്താണ്? 1 × 1/9. 1 × 1/9 എന്താണ്? 1/9. ഓക്കെ, ഇപ്പൊ പ്രോബ്ലം മനസ്സിലായില്ലേ? ഇത് നോക്കിക്കേ, നമ്മൾ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ 2 ഡൈ ത്രോ ചെയ്തു. കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് സമ്മ് 8 വരുന്നത് കോമ്പിനേഷൻ കാണാനാണ്. അതായത് കണ്ടീഷൻ തന്നിട്ടുള്ളത് ഫസ്റ്റ് ഡൈയിൽ ലെസ് ദാൻ 4 വരാൻ പാടുള്ളൂ. അപ്പൊ എസ് എന്ന് പറയുന്നത് നമുക്കറിയാം 1,1 1,2 അപ് ടു 1,6, പിന്നെ 2,1 2,2 2, up to 6 വരും. അങ്ങനെ അതായത് ഫസ്റ്റ് ഡൈയിലെ 1ന്റെ എല്ലാ കോമ്പിനേഷനും സെക്കൻഡ് കോയിൽ 6 വരെ ഉണ്ടാവും. അതേപോലെ ഫസ്റ്റ് കോയിൽ 6 വരെ അതേ കോമ്പിനേഷൻസ് ഉണ്ടാവും. അങ്ങനെ ആവുമ്പോൾ 6 × 6 36 എലമെന്റ്സ് നമുക്ക് എന്തെങ്കിലും സാമ്പിൾ സ്പേസിൽ ഉണ്ടാവും. ഇനി നമുക്ക് എ എന്ന് പറയുന്നത് സമ്മ് 8 വരുന്നത്. അപ്പൊ ഫസ്റ്റ് കോയിൽ 2ഉം സെക്കൻഡ് കോയിൽ 6ഉം 2 + 6 എന്താണ്? 8 ആണ്. നേരെ അതിന്റെ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഫസ്റ്റിൽ 6ഉം സെക്കൻഡിൽ 2ഉം വരുമ്പോഴും 8 വരും. ദെൻ ഫസ്റ്റിൽ 3 സെക്കൻഡിൽ 5 3 + 5 8. അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഫസ്റ്റിൽ 5ഉം സെക്കൻഡിൽ 3ഉം വരുമ്പോഴും 5 + 3 8 ആണ്. ദെൻ ലാസ്റ്റ് 4 + 4 8. ഓക്കെ, ബി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ? ബിയിൽ കണ്ടീഷൻ തന്നിട്ടുള്ളത് ഫസ്റ്റ് ഡൈ എന്ന് പറയുന്നത്
ലെസ് ദാൻ 4 ആണ് കാണിക്കേണ്ടത്. അപ്പൊ അതിൽ വരുന്ന കോമ്പിനേഷൻ നമുക്കറിയാം. 1ന്റെ കോമ്പിനേഷൻ, 2ന്റെ കോമ്പിനേഷൻ, 3ന്റെ കോമ്പിനേഷൻ ഉണ്ടാവുള്ളൂ. 1ന്റെ കോമ്പിനേഷനിൽ തന്നെ നമുക്ക് 6 വരെ ഉണ്ടാവുമല്ലോ. 1ന്റെ കോമ്പിനേഷനിൽ 1,1, 1,2, 1,3, 1,4, 1,5, 1,6. അതേപോലെ ഫസ്റ്റ് ടൈമിന്റെ 2ന്റെ കോമ്പിനേഷനും 3ന്റെ കോമ്പിനേഷനും ഉണ്ടാവും. ഇതിൽ തന്നെ 6 ഉണ്ട്. അതേപോലെ 2ലും 6 ഉണ്ടാവും, 3ലും 6 ഉണ്ടാവും. അങ്ങനെ 3 6 ഉണ്ടാവും. അതായത് 3 × 6 = 18 എലമെന്റ്സ് എന്തുണ്ടാവും? ബിയിൽ ഉണ്ടാവും. മനസ്സിലായില്ലേ? എങ്ങനെയാണ് 18 എലമെന്റ്സ് ബിയിൽ വന്നത്? അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി. നെക്സ്റ്റ് നമ്മൾ എ ഇന്റർസെക്ഷൻ ബി കാണും. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് സമ്മ് 8 വരും വേണം. ദെൻ ഫസ്റ്റ് ഡൈ എന്താണ്? ബിലോ 4 കാണിക്കാൻ പാടുള്ളൂ. അങ്ങനെ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് 2,6ഉം 3,5ഉം ആണ്. ദെൻ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 2 ആണ്. എൻ ഓഫ് ബി എന്ന് പറയുന്നത് 18 ആണ്. ദെൻ പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുമ്പോൾ 2/18. 2/18 നമുക്ക് 1/9 എഴുതാൻ പറ്റും. ഞാൻ കാണിച്ചു തന്നല്ലോ അങ്ങനെ വരുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ random at a family photo, probability son is 1 and given that father is middle. അതായത് നമുക്ക് പ്രോബബിലിറ്റി കാണാനുള്ളത് സണ്ണ് ഒരു എൻഡിൽ വരുന്നതിന്റെ പ്രോബബിലിറ്റി ഇഫ് ഫാദർ ഈസ് മിഡിൽ, ഫാദർ എന്താവണം? മിഡിൽ വരുന്നത്. അപ്പോൾ നമുക്ക് സാമ്പിൾ സ്പേസ് എഴുതാം. സാമ്പിൾ സ്പേസ് എസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഫാദർ, മദർ, സണ്ണ്. ഇനി ഈ സണ്ണിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. എന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സണ്ണ്, ഫാദർ, മദർ. മദറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മദർ, സണ്ണ്, മദർ, സണ്ണ്, ഫാദർ, ഫാദർ, സണ്ണ്, മദർ, സണ്ണ്, മദർ, ഫാദർ, മദർ, ഫാദർ, സണ്ണ്, അല്ലല്ലേ? ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇതിൽ കൺഫ്യൂഷൻ. ഫാദറും മദറും സണ്ണും. അതെ, പിന്നെ സണ്ണിനെ നമ്മൾ ഈ ഫസ്റ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ സണ്ണും ഫാദറും മദറും. സണ്ണിന് സെക്കൻഡിൽ വരുമ്പോൾ ഫാദറും സണ്ണ്, മദർ. ദെൻ സണ്ണിനെ ലാസ്റ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഫാദറും മദറും സണ്ണും. പിന്നെ ഇതിങ്ങനെ ഇന്റർചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. മനസ്സിലായോ? ഇവിടെ നമ്മൾ സണ്ണ് അറ്റത്തും ഫാദർ ഈ അറ്റത്തുമാണ്. അത് രണ്ടും ഇന്റർചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ എലമെന്റ് കിട്ടും. ദെൻ ഇതില് സണ്ണും മദറും തമ്മിലുള്ള ഇത് രണ്ടും ഇന്റർചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് മദർ, ഫാദർ, സണ്ണ് എന്നുള്ളത് കിട്ടും. ഇത് രണ്ടും ഇന്റർചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് മദർ ഇത് കിട്ടും. ഓക്കെ. അങ്ങനെ നമുക്ക് ഇതിൽ 6 എലമെന്റ്സ് ഉണ്ടാവുക. ഇനി ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് സൺ അറ്റ് 1 എൻഡ്.
സൺ അറ്റ് 1 എൻഡ് വരുന്നതാണ് ഏത് സണ്ണ് ഒരു അറ്റത്ത് വരണം. അതായത് ഫാദർ മദർ സണ്ണ്, ഫാദർ മദർ സണ്ണ്, സണ്ണ് സണ്ണ് ഫാദർ മദർ, സണ്ണ് മദർ ഫാദർ, മദർ ഫാദർ സണ്ണ്. ഇനി നെക്സ്റ്റ് അതാണ് എ എന്ന് പറയുന്നത്. ബിന്റെ കണ്ടീഷൻ എന്താ പറഞ്ഞത്? ബിയിൽ എന്ത് വരണം? ബിയിൽ എന്ന് പറയുമ്പോൾ ഫാദർ മിഡിലിൽ വരണം എന്നാണ്. അപ്പൊ ബി എന്ന് പറയുമ്പോൾ ഫാദർ മിഡിലിൽ വരുന്നത് ഏതുള്ള? ഫാദർ മിഡിലിൽ വരുന്ന കണ്ടീഷന് സണ്ണും മദറും അപ്പുറത്തും ആവുന്ന രണ്ട് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ അല്ലെ. ഒന്നെങ്കിൽ സണ്ണ് ഫസ്റ്റ് അല്ലെങ്കിൽ സണ്ണ് ലാസ്റ്റ്. സണ്ണ് ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മദർ ലാസ്റ്റിൽ വരും, മദർ ഫസ്റ്റ് ആണെങ്കിൽ സണ്ണ് ലാസ്റ്റിൽ വരും. അങ്ങനെ രണ്ട് കണ്ടീഷനാണുള്ളത്. പിന്നെ അടുത്ത് നമ്മൾ വന്നിട്ട് എന്ത് നോക്കണം? എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബിയിൽ എന്താ ഉള്ളത്? സെയിം എ ഇന്റർസെക്ഷൻ ബിയിലുള്ള എലമെന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി, എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 2 ആണ്. എൻ ഓഫ് ബി എന്താണ്? 2 ആണ് ഒബിയസ്ലി. ദെൻ 2 പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് എന്താണ്? എ ഗിവൺ ബി എന്ന് പറയുമ്പോൾ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ എൻ ഓഫ് ബി അല്ലേ. അതായത് രണ്ടും എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി 2 ആണ്, എൻ ഓഫ് ബി എന്ന് പറയുന്നത് 2 ആണ്, 2/2 എന്ന് പറയുന്നത് 1. അതായത് ഇതൊരു ഷുവർ ഇവന്റ് ആണെന്ന് അർത്ഥം. 1 ആണ് നമുക്ക് പ്രോബബിലിറ്റി മാക്സിമം വരിക. അതെ, അത് നമുക്ക് സിംപ്ലി ക്വസ്റ്റ്യനിൽ നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടും അല്ലേ. ആകെ 3 ആളല്ലേ ഉള്ളൂ. സണ്ണാറ്റത്ത് വരുമ്പോ എന്തായിരിക്കും? ഫാദർ മദർ ആരെങ്കിലും ഒരാള് മിഡിലിൽ വരുമല്ലോ. ഓക്കെ, പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഓരോ ക്വസ്റ്റ്യനും കൂടി ചെയ്യാൻ നമുക്ക്. പ്രോബ്ലംസ് മാക്സിമം വർക്കൗട്ട് ചെയ്ത് നോക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എക്സാമിന് ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ എത്രത്തോളം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മളെ എക്സാമിന് നമുക്ക് ഈസി ആക്കുന്നത്. ഓക്കെ, പിന്നെ സ്ട്രെസ് ഒഴിവാക്കുക. നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ പഠിച്ചതൊന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. നമ്മൾ കൂളായാൽ ചിലപ്പോൾ നമുക്ക് ക്ലാസ് എടുത്തതിൻ്റെ ഓർമ്മയിലെങ്കിലും നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റും. മൈൻഡ് ഫ്രീ ആക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നാൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് എക്സാമിനെ ഫേസ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ പറയുന്നത് 10 cards numbered 1 to 10 are placed in a box. One card is thrown at random. If it is known that number is greater than 3, what is the probability that it is an even number? അപ്പോൾ എന്താ പറയുന്നത്? ഒരു 10 cards ഉണ്ട്. ഓരോന്നിലും 1 to 10 നമ്പർ ചെയ്തിട്ടുണ്ട്. നമ്മൾ റാൻഡംലി ബോക്സിൽ നിന്ന് കാർഡുകൾ എടുക്കുകയാണ്. അപ്പോൾ ഗിവൺ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 3. അതാണ് ഇഫ് ഇറ്റ് ഈസ് നോൺ ദാറ്റ് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 3. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഇറ്റ് ഈസ് ആൻ ഈവൻ നമ്പർ? അങ്ങനെയാണെങ്കിൽ നമ്പർ 3നേക്കാളും ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ അതൊരു ഈവൻ നമ്പർ ആവാനുള്ള കണ്ടീഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യന്. നമുക്ക് സിംപ്ലി എസ് എന്താ നമുക്കറിയാം. എസ് എന്ന് പറയുന്നത് 1 to 10 ആണ്. അതാണ് ഇവിടെ 1 to 10 എഴുതിയിട്ടുള്ളത്. എ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഇറ്റ് ഈസ് ആൻ ഈവൻ നമ്പർ. ഈവൻ നമ്പർ. അപ്പോൾ 1 to 10 ഈവൻ നമ്പർ ആവും വേണം. ഈവൻ നമ്പർ എത്രയാണുള്ളത്? ഈവൻ നമ്പർ പറഞ്ഞാൽ നമുക്കറിയാം ഇരട്ട സംഖ്യകൾ 2, 4, 6, 8, 10. അതാണ് 1 to 10 വരുന്ന ഈവൻ നമ്പർ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് അത് ഈവൻ ഗ്രേറ്റർ ദാൻ എന്താണ് 3 വരുന്ന നമ്പേഴ്സ് നമുക്കറിയാം 4, 5, 6, 7, 8, 9. ഇനി നെക്സ്റ്റ് നമ്മൾ
എന്താ രണ്ട് കണ്ടീഷനും കൂടി ഒബേ ചെയ്യുന്നത്. അതായത് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ ഈവൻ നമ്പർ ആവണം, ഗ്രേറ്റർ ദാൻ 3 ആവണം. അതെന്ന് പറയുന്നത് എന്താണ്? 4, 6, 8, 10. ഓക്കെ, അപ്പോൾ എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എത്രയാണ്? 4. ഓക്കെ, എൻ ഓഫ് ബി എന്ന് പറയുന്നത് 2, 4, 6, 8. എൻ ഓഫ് ബി എന്ന് പറയുന്നത് 8. Eight or 7. Seven ആണ്. Then probability of P of A given B എന്ന് പറയുന്നത് എന്താണ്? N of A intersection B എന്ന് പറയുന്നത് 4 ആണ്. N of B എന്ന് പറയുന്നത് 7 ആണ്. അപ്പം നമുക്ക് എന്താണ്? 4/7 ആണ് നമ്മൾ ആൻസർ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. Consider the experiment of tossing a coin. If it shows head, toss again. If it shows tail, die is thrown. What is the conditional probability that the die shows a number greater than 4? There is at least one tail. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മളൊരു കോയിൻ ടോസ് ചെയ്യാണ്. നമ്മൾ കോയിൻ ടോസ് ചെയ്യാണ്. അങ്ങനെ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡോ ടൈലോ വരും. ഹെഡ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കും? ഒരു ഡൈ ത്രോ ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടീഷണൽ പ്രോബിലിറ്റി ഗ്രേറ്റർ ദാൻ നമ്പർ 4-നേക്കാൾ ഗ്രേറ്റർ നമ്പർ വരാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിക്കുന്നത്. കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് there is at least one tail. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഹെഡ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒരു ടോസ് ചെയ്യാണ്ട്. അപ്പോൾ ഹെഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഹെഡ് ഓർ ടെയിൽ ഓപ്ഷൻ ഔട്ട്പുട്ടാണ് വരിക. അത് ടെയിൽ ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കും? ടെയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡൈ ടോസ് ചെയ്യുന്ന പറയണം. അപ്പോൾ പിന്നെ നമുക്ക് നമ്മൾ ഒരു ഡൈ ടോസ് ചെയ്താൽ 1 to 6 ഔട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇതിൽ വരുന്ന സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താവും? ഹെഡ് കിട്ടിയാൽ വീണ്ടും നമ്മൾ എന്താണ്? ഒരു കോയിൻ ടോസ് ചെയ്യണമല്ലോ. അപ്പൊ രണ്ടും ഹെഡ് ആവാം, അല്ലെങ്കിൽ ഒന്ന് ഹെഡും ഒന്ന് ടെയിലും ആവാം. ഈ ടെയിലാണ് വന്നെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? കോയിൻ ഡൈ ത്രോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ T1, T2, T3, T4, T5, T6 വരും. നമ്മൾ പറഞ്ഞു കണ്ടീഷൻ എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 4 വരുന്നതാണ്. അപ്പൊ അതിൽ വരുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടി വന്നാൽ ടെയിൽ കിട്ടിയെങ്കിൽ നമ്മൾ ഡൈ ത്രോ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ T5, T6. ദെൻ കണ്ടീഷൻ അറ്റ്ലീസ്റ്റ് ഒരു ടൈലെങ്കിലും വരണം എന്നുള്ള ഒരു കണ്ടീഷനാണ് നമുക്ക് ബി ആയിട്ട് തന്നിട്ടുള്ളത്. അതായത് ബിയിൽ ഏതൊക്കെ എലമെന്റ്സ് വരും? T1, T2, T3, T4, T5, T6 വരും. എ ഇന്റർസെക്ഷൻ ബിയിൽ എന്തേ വരുള്ളൂ? T5ഉം T6 മാത്രമേ വരുള്ളൂ. അപ്പോ
then P of A intersection B എന്ന് പറയുന്നത് P of T5 T6. അപ്പോൾ നമുക്ക് സിംപ്ലി ആഡ് ചെയ്യാം. പക്ഷെ ഇതിൽ നമുക്കൊരു കോയിൻ ടോസ് ചെയ്താൽ ഒന്നെങ്കിൽ ഹെഡാണ് അല്ലെങ്കിൽ ടൈലാണ്. അതായത് അതിന് നമുക്ക് എന്താ രണ്ടിനും 1/2 പ്രോബബിലിറ്റി ആണുള്ളത് അല്ലേ. അതേപോലെ നമ്മളൊരു ഡൈ ടോസ് ചെയ്താൽ 1 to 6 ആണുള്ളത്. ഓരോന്ന് വരാനുള്ള പ്രോബബിലിറ്റി എന്താണ് 1/6. അതായത് ടോട്ടൽ 6ൽ അത് ഒരു നമ്പർ വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/6. അതായത് 1 വരാനുള്ളതും 2 വരാനുള്ളതും 3 വരാനുള്ളതും ഒക്കെ എന്താണ് 1/6 ആണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ബിയില് രണ്ടും ഉണ്ടല്ലോ, ഹെഡ് ഓർ P of A intersection B നോക്കിയേ, ഇവിടെ T5 T6. അപ്പൊ അതിന്റെ ഇതെങ്ങനെ വരിക, പ്രോബിലിറ്റി നമ്മൾ എങ്ങനെ കാണുക ചോദിച്ചാല് P of T5 എന്ന് പറയുമ്പോ P of T into P of 5 അത് എത്രയാ വരുന്നത് 1/2 into 1/6 അല്ലെ. അത് പറയുന്നത് 1/12 കിട്ടും. അങ്ങനെ 1/12 പ്രോബബിലിറ്റി ഉള്ള രണ്ട് എലമെന്റ്സ് ആണ് P of A intersection B യിലുള്ളത്. അപ്പൊ 1 into 2 ചെയ്യാം. അതായത് P of A intersection B യിൽ 1/12 ഉള്ള രണ്ട് എലമെന്റ്സ് ഉണ്ടല്ലോ. അപ്പൊ 2 into 1/12 എന്ന് പറയുമ്പോൾ ഇത് വരും 2 divided by 2 into 6 എന്ന് എഴുതാലോ നമുക്ക് എന്തിനെ 12നെ. അപ്പൊ 2ഉം 2ഉം കൂടി 2/2 1 ആയി പോവും. അപ്പൊ നമുക്ക് ആൻസർ 1/6 എന്ന് വരും. അതായത് P of A intersection B എന്ന് പറയുന്നത് 1/6 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് P of B of ബിയിലുള്ള എലമെന്റ്സ് നമ്മൾ കണ്ടിരുന്നു. അതും ഇതേപോലെ ചെയ്യാം. P of ബിയില് P of ബിയില് 1 2 3 4 5 6 7 2 4 6 7 എലമെന്റ്സ് ആണുള്ളത്. നമുക്ക് P of B എന്ന് പറയുന്നത് എങ്ങനെയാണ് ടൈല് കിട്ടിയിട്ടാണ് നമ്മള് P of HT എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടോ P of HT എങ്ങനെ കാണാൻ ചോദിച്ചാൽ P of HT പറയുമ്പോൾ P of H into P of T ആണ്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് P of H എന്ന് പറയുന്നത് ഫസ്റ്റ് ടോസ് ചെയ്യുമ്പോൾ അപ്പോൾ അത് 1/2 ആണ്. ദെൻ P of T എന്ന് പറയുമ്പോൾ എന്താണ്, ആദ്യം ഒരു ഹെഡ് കിട്ടി, അത് ഹെഡ് ആണെങ്കിൽ പിന്നെയും നമ്മൾ ടോസ് ചെയ്യാണ്. അപ്പൊ രണ്ട് ഫസ്റ്റ് രണ്ട് ടോസിങ് വരുന്നുണ്ടല്ലോ. അപ്പൊ എന്ത് വരും 1/2 into 1/2 വരും. അതായത് അവിടെ 1/4 വരും. അതായത് 1/2 into 1/4. ഓക്കെ, P of HT വരുമ്പോൾ 1/8 വരും. ബാക്കി നമ്മൾ നേരത്തെ കണ്ട പോലെ P of T1 അതായത് 1/2 into 1/6, അതായത് T ന്റെ 1/2ഉം T1 into 1/6ഉം അങ്ങനെ ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് 3/4 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ PDF നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
വേണ്ടോ ഇവിടെ പി ഓഫ് എച്ച് ടി 1/2 ഇൻറ്റു 1/4 പ്ലസ് ഇവിടെ പി ഓഫ് ടി വണ്ണിന് 1/2 ഇൻറ്റു 1/6 പ്ലസ് പി ഓഫ് ടി ടു ഇൻറ്റു 1/2 ഇൻറ്റു 1/6 പ്ലസ് പി ഓഫ് ടി ത്രീ 1/2 ഇൻറ്റു 1/6 പ്ലസ് പി ഓഫ് ടി ഫോർ 1/2 ഇൻറ്റു 1/6 പ്ലസ് പി ഓഫ് ടി ഫൈവ് 1/2 ഇൻറ്റു 1/6 പ്ലസ് പി ഓഫ് ടി സിക്സ് 1/2 ഇൻറ്റു 1/6. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പി ഓഫ് എച്ച് ടിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അത് മാത്രമാണ് എന്താണ് 1/4 വരുന്നത്. സോറി, ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റുണ്ട് കേട്ടോ. ഇവിടെ എച്ച് ടി എന്ന് പറഞ്ഞാൽ എച്ചിന് 1/2 ടീന്റെ 1/2 ചേർന്നിട്ടാണ് 1/4 വരുന്നത് കേട്ടോ. പി ഓഫ് എച്ച് ടിയില് 1/8 തെറ്റിട്ടുണ്ട്. അത് വേറെ പ്രോബ്ലത്തിൽ വരുന്നതാണ്. അപ്പൊ എച്ചിൻ്റെത് 1/2 അങ്ങനെ 1/4 വരും. ബാക്കിയുള്ള ഇതിൽ ഫുള്ള് എങ്ങനെയാ വരുന്നത് 1/2 ഇൻറ്റു 1/6 ആണ്. ബാക്കിയുള്ളതൊക്കെ 1/12 ആണ് വരുന്നത്. ഓക്കെ, ബിയില് 7 എലമെന്റ് ഉള്ളത്. ഫസ്റ്റ് എലമെന്റിന് മാത്രമാണ് 1/4 വരുന്നത്. ബാക്കി 6 എലമെന്റും 1/12 പ്രോബിലിറ്റിയിലാണ് വരിക. അപ്പൊ 1/4 പ്ലസ് 6 ഇൻറ്റു 1/12 നമുക്ക് എഴുതാം. 6ഉം 12ഉം കട്ട് ചെയ്തിട്ട് ഇവിടെ 2 വരും. 1/4 പ്ലസ് 1/4 പ്ലസ് 1/2 ക്രോസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്താൽ 1 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 4 6/8 എഴുതാം. 6/8 നമ്മൾ എന്ത് എഴുതും? 6/8 6 നമുക്ക് 2 ഇൻറ്റു 3 എന്ന് എഴുതാം. 8 നമുക്ക് 2 ഇൻറ്റു 4 എന്ന് എഴുതാം. അപ്പോൾ 2/2 ഇൻറ്റു 3/4 2/2 1 ആണ്. 1 ഇൻറ്റു 3/4. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 3/4 ആൻസർ നമുക്ക് 3/4. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. പ്രോബ്ലംസ് ചെയ്ത് നോക്കുക.